വിദ്യാർത്ഥികൾക്ക് അദ്ദേഹം ഉപദേശം കൊടുത്തത് കുറെ കൂടിയൊക്കെ പഠിക്കണം എന്നാണ്. നമ്മളെ പൂർവിക പണ്ഡിതന്മാര് ഇങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല, കുറെ പുതിയ ഹദീസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ പഠിക്കണം. നമ്മൾ സുന്നിയാളും ജമാഅത്താരുള്ള തർക്കത്തിന്റെ വിഷയം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ജിന്ന് കൂടും അടിച്ചറക്ക എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ കുറെ പുതിയതും കൂടി ഉണ്ട്, നിങ്ങൾ പഠിക്കണം. അതപ്പോ വസിയത്ത് കൊടുത്തത്. എവിടെയൊക്കെ അവര് സമൂഹത്തെ കൊണ്ടുപോകുന്നു? ഇവരാണോ മുജാഹിദുകൾ? ഇനിയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചു. നേരത്തെ നിങ്ങൾ അത് കണ്ടിട്ടുണ്ട്, പക്ഷെ ഒന്നുകൂടി അത് കേൾപ്പിക്കുക. എന്തിനാ സിഹ്ർ? പ്രവാചകന് അള്ളാഹ് ബാധിപ്പിച്ചു സിഹ്ർ. എന്തിന്? ഒരു മനുഷ്യന് ബാധിക്കുന്ന കാര്യമൊക്കെ പ്രവാചകന് ഉണ്ടാകുന്ന ജനങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അത്ര. ഒന്ന് കേട്ടോക്ക് പ്രസംഗം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്ർ ബാധിച്ചത് ഒരു മനുഷ്യന് ബാധിക്കുന്ന എല്ലാം റസൂലിനും ബാധിക്കാം എന്ന് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ്. ഒരു മനുഷ്യന് ബാധിക്കുന്നതൊക്കെ പ്രവാചകനും ബാധിക്കാം എന്ന് ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയാണ്. എന്നാ അങ്ങനെ എന്തൊക്കെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടി വരും അല്ലാഹ്? ഇവരിനി എന്തൊക്കെ പറയും? ആലോചിച്ച് നോക്കൂ. എന്തൊക്കെ പറയും? ലഹരി ബാധിക്കുമെന്ന് പറയാൻ ഉമ്മത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി പ്രവാചകനെ അങ്ങനെ ആക്കുവോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർ എത്ര അപകടം പിടിച്ച വാദത്തിലേക്കാ പോകുന്നത്. ഒരു ഉമ്മത്തിന് ബാധിക്കുന്നതൊക്കെ, മനുഷ്യർക്ക് ബാധിക്കുന്നതൊക്കെ പ്രവാചകന് ബാധിക്കും എന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്ര. എങ്കിൽ വസ്തുത എന്താ? പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന് പറയുന്നവന്റെ അവസ്ഥ എന്താ? അമാനി മൗലവിന്റെ പരിഭാഷ 3-ാം വാള്യം സൂറത്തു ഇസ്രാ 47-48 വചനം. സൂറത്തു നംലിന്റെ മുമ്പാട്ടോ. സൂറത്തു നംല് 27-ാമത്തെ അധ്യായം, സൂറത്തു ഇസ്രാ 15-ാമത്തെ അധ്യായം, 17-ാമത്തെ അധ്യായം. ഈ 17-ാമത്തെ അധ്യായം എന്ന് പറയാൻ കാരണം എന്താ? ഇതിൽ പി കെ മൂസ മൗലവി ഉണ്ട്, കെ എം മൗലവി ഉണ്ട്, അലൈ മൗലവി ഉണ്ട്, അമാനി മൗലവി ഉണ്ട്. എല്ലാവരും കൂടി എഴുതിയിട്ടുള്ളതാ. ഇപ്പൊ പഴക്കൂല സക്കരിയന്റെ നേരത്തെ പറഞ്ഞു കേട്ടോളൂ. 47-ാമത്തെ ആയത്ത് അർത്ഥം വായിച്ചു തരാം. അവർ നിന്നിലേക്ക് ശ്രദ്ധിച്ചു ചെവി കൊടുക്കുമ്പോൾ അവർ യാതൊന്നിനെ പറ്റി ചെവി കൊടുക്കുന്നുവോ അതിനെക്കുറിച്ച് നാം നല്ലവണ്ണം അറിയുന്നവരാണ്. അവർ സ്വകാര്യം പറയുന്നവരായിരിക്കുമ്പോഴും, അതായത് മാരണം ബാധിച്ച ഒരു പുരുഷനെയല്ലാതെ നിങ്ങൾ പിൻപറ്റുന്നില്ല എന്ന് അവർ പറയുന്ന സന്ദർഭം നാം നല്ലവണ്ണം അറിയുന്നവനാണ്. അടുത്ത ആയത്ത്, നബിയെ നോക്കൂ എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന്. അങ്ങനെ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. ഇനി അവർക്ക് ഒരു മാർഗവും പ്രാപിക്കുക സാധ്യമാകുകയില്ല. അപ്പൊ ആരാ വാദിച്ചത്? നേരത്തെ ഇരുവേറ്റ് പറഞ്ഞു. ഇത് യഖൂലുൽ വാലിമൂന, അക്രമികളായ ആളുകൾ പറഞ്ഞതാ. ഇൻ തത്തബിഊന ഇല്ലാ റജുലൻ മസ്സൂറ, നിങ്ങൾ സിഹ്ർ ബാധിച്ച ഒരു മനുഷ്യനെയാണ് പിൻപറ്റുന്നത്. പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന വാദം അക്രമികളുടെ വാദമാണ് ഖുർആൻ പറഞ്ഞത്. എങ്കിൽ അമാനി മൗലവി വളരെ കൃത്യമായി അതിന് വിശദീകരണം നൽകി. വായിച്ചു കേൾപ്പിക്കാം. മുശ്രിക്കുകൾ ചിലപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നത് രഹസ്യമായി ചെവിയോർത്തുകൊണ്ടിരിക്കും. ആരാ ചെയ്തിരുന്നത്? മുശ്രിക്കുകൾ. കാര്യം ഗ്രഹിക്കുവാനോ സത്യം മനസ്സിലാക്കുവാനോ വേണ്ടിയല്ല, പരിഹാസ്യത്തിനും നിഷേധത്തിനും വല്ല മാർഗവും കണ്ടെത്തുവാൻ വേണ്ടി മാത്രം. പിന്നീട് ഇവന് ആരോ മാരണം ചെയ്തിരിക്കുകയാണ്, ഇവന്റെ ബുദ്ധി ഭ്രമിച്ചു പോയിരിക്കുന്നു, ഇവനെ പിൻപറ്റുന്നതിന്റെ അർത്ഥം ഭ്രാന്തനെ പിൻപറ്റുക എന്നാണ് എന്നൊക്കെ പറഞ്ഞു പ്രചരിപ്പിക്കുകയും ചെയ്യും. അവരുടെ ഈ ഗൂഢപ്രവർത്തനങ്ങളും അതിനു അവരെ പ്രേരിപ്പിക്കുന്ന കാരണങ്ങളുമൊക്കെ അള്ളാഹുവിന് നന്നായി അറിയാം എന്നത്ര ആദ്യത്തെ വചനത്തിൽ പറഞ്ഞതിന്റെ സാരം. എന്നിട്ട് വിശദീകരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി മാരണം ബാധിച്ചവൻ, ഗണിതക്കാരൻ, ഭ്രാന്തൻ, മാരണക്കാരൻ, കവി എന്നിങ്ങനെ പലതും അവർ പറയാറുള്ളതിനെ പറ്റിയാണ് 2-ാമത്തെ വചനത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. എന്താ 2-ാമത്തെ വചനം? ഉള്ളുർ കൈഫ ലറബൂ ലക്കൽ അംതാൽ ഫളല്ലു ഫലാ യസ്തതിഊന സബീല. നബിയെ നോക്കൂ എങ്ങനെയാണ് അവർ നിനക്ക് ഉപമകൾ വിവരിച്ചതെന്ന്. അങ്ങനെ അവർ വഴിപിഴച്ചു പോയിരിക്കുന്നു. ഇനി അവർക്ക് ഒരു മാർഗവും പ്രാപിക്കുക സാധ്യമാവുകയില്ല. നേർമാർഗത്തിലെത്താൻ കഴിയില്ല എന്നാ പ്രവാചകന് സിഹ്ർ ബാധിച്ചവനോട് ഉപമിച്ചവന്റെ കാര്യമാണത്. എന്നാ സിഹ്ർ പലിച്ചു നബിക്കെന്ന് പറഞ്ഞവന്റെ അവസ്ഥ നേർമാർഗം പ്രാപിക്കാൻ കഴിയില്ല എന്നാ ഖുർആൻ വിശദീകരിച്ചത്. അമാനി മൗലവി വാള്യം 3 സൂറത്തു ഇസ്രാ 47-48 വചനത്തിന്റെ വിശദീകരണം എടുത്തു വായിച്ചു നോക്ക്. ആവർത്തിക്കുന്നു. നംലിന്റെ മുമ്പ് അമാനി മൗലവി മാത്രം എഴുതിയല്ല.
വിശദീകരിക്കണം. ആരുടെ അടുക്കലാ ഇരട്ടത്താപ്പ്? ആരാണ് കാദിബീങ്ങള്? വിശദീകരിക്കേണ്ടതുണ്ട്. ആരാ കാദിബീങ്ങള്? യഥാർത്ഥത്തിൽ അമാനി മൗലവിക്കൊക്കെ അങ്ങനെ വാദമുണ്ട് എന്ന് പറഞ്ഞ് അമാനി മൗലവിയുടെ പേര്, അഥവാ പ്രവാചകന് സിഹ്ർ ബാധിച്ചു എന്ന് അമാനി മൗലവി എഴുതിയിട്ടുണ്ട് എന്നൊക്കെ ജനങ്ങളുടെ മുമ്പിൽ കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇസ്ലാമിക വിരുദ്ധമായ ആദർശത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്ന സക്കരിയാക്കളും അതിന് കൂട്ടുനിൽക്കുന്ന ഖാദിരിയാക്കളും അതിന് പ്രോത്സാഹനം നൽകുന്ന ടിപിയുടെ നേതൃത്വത്തിലുള്ള താജിരികളുമാണോ? ആരാ? വിശദീകരിക്കേണ്ടതുണ്ട്. വസ്തുത, ഇവർ ഇസ്ലാമിന്റെ ആദർശം അങ്ങേയറ്റം വലിച്ചെറിയുകയും എന്നിട്ട് ഇവർക്ക് കാശ് കൊടുക്കുന്ന ചില ശൈഖന്മാര് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ചോറ് കൊടുക്കണവനോട് കൂറ് കാണിക്കണം, അതാ ഞങ്ങളുടെ ആദർശം എന്ന് സക്കരിയ പറഞ്ഞിട്ടുണ്ട്. പുലർന്നത് ശുദ്ധീകരണത്തിന്റെ ഭാഗമാണെന്നും ഇനിയും കുറച്ചാളുകൾ കൂടി സംഘം പുറത്തു പോകാണ്ടെന്നും സക്കറിയ സലാഹിയുടെ പ്രസംഗത്തിൽ കേൾക്കുന്നു. ആരൊക്കെയാണ് പുറത്തു പോകേണ്ടതെന്ന് വിശദീകരിക്കാമോ? അത് വിശദീകരിക്കേണ്ടടുത്ത് ഞങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. പുറത്ത് പോണ്ടോല് ഞങ്ങൾക്ക് പോയിട്ടുണ്ട്, ഇനി പോണ്ടോല് പോകുകയും ചെയ്യും. അത് നിങ്ങൾ മാന്തിയിട്ടും ചൊറിഞ്ഞിട്ടൊന്നും കാര്യമല്ല. മനസ്സിലായില്ലേ? പിന്നെ ചില ആളുകൾ കൂടി പോകാണ്ട്. അതെന്തിനാ? KNM എന്ന് പറഞ്ഞെടുക്കും. KNMന്റെ ആശയോ ആദർശവും ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരിക്കലും പോണം തന്നെ ഞങ്ങൾ പറയണത്. ഞാൻ മാത്രല്ല, ഇതിന്റെ ഉത്തരവാദപ്പെട്ട എല്ലാവരും പറയുന്നുണ്ട്. അത് ലിസ്റ്റാക്കി പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങളത് പറയണതിനാ ഞങ്ങളെ യോഗത്തിൽ നിങ്ങളെ മാതിരി കേഡർ പാർട്ടിയല്ല ഞങ്ങള്. തലമൂളി എന്ത് കേട്ടാലും തലമൂളിയിട്ട് ഇങ്ങനെ നടക്കണ ആ സ്വഭാവം ഞങ്ങൾക്കില്ല. ഞങ്ങൾ നന്നാകണം. KNM ഇങ്ങനെ ബ്രാൻഡും പറഞ്ഞ് നടന്നാ പോരാ. KNMന്റെ ആദർശം പഠിക്കണം, മനസ്സിലാക്കണം. KNMന്റെ ആദർശാന്ന് പറഞ്ഞിട്ട് കുറെ പൊട്ട പോയത്തങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ പറഞ്ഞ് നടന്നോ ഇതൊന്ന് പോകുന്നേ വേണ്ടത് എന്നാണ് ഞങ്ങളാ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതിനൊക്കെ ന്യായീകരിക്കുന്നോ ഞങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഓനുങ്ങളെ കൂട്ടത്തിൽ ചേരേണ്ടവനാണ്. ഓല അങ്ങനെയൊക്കെ ചെയ്താലും ഓലൊപ്പം തന്നെയാ നമ്മൾ നിൽക്കണ്ട് എന്ന് പറയുന്നവരുണ്ടോ? ഓല് ഇന്ന് പോണ്ട തന്നെയാണ്, ഒരു സംശയമല്ല. ചോറ് പടിയും കൂറ് അവിടെ ആയാ പറ്റുമോ? പറ്റൂല. ചോറ് തരുന്നവരോട് കൂറ് കാണിക്കണം. അത് ചോക്ക്. ആ ചോറ് തരുന്നവരോട് കൂറ് കാണിച്ച എമ്പാടും വാരിക്കോരി കൊടുക്കും. അങ്ങനെ വാരിക്കോരി കൊടുത്ത കാശ് എന്തിനാ ഉപയോഗിക്കേണ്ടതെന്ന് ഇവർക്ക് അറിയില്ല. എന്തിനൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് യാതൊരു തീരുമാനമില്ല. അത് നോക്കൂ, സത്യധാര 2008 ഫെബ്രുവരി മാസത്തിലെ സത്യധാരയാണ്, ഷബാബൊന്നുമല്ല. ഈ സത്യധാരയുടെ മുഖക്കുറിപ്പ്, മുഖലേഖനം മുജാഹിദ് സമ്മേളനങ്ങൾ ധൂർത്തിന്റെ മഹാമേളകൾ എന്ന. ഇനി കേട്ടോളൂ എഴുതിയത്. ചങ്ങരംകുളം സമ്മേളന നഗരിയിലെ 2 ബാർ ഹോട്ടലുകൾ അടപ്പിക്കാൻ മാത്രം 10 ലക്ഷം രൂപയാണത്ര നൽകിയത്. KTDCയുടെ ബിയർ പാർലറിന് ദിവസം 75,000 വീതവും ദീപ ബാർ ഹോട്ടലിന് ദിവസം 1.25 ലക്ഷം വീതവും. സമ്മേളനത്തിനെത്തുന്ന പ്രസ്ഥാന പ്രവർത്തകരെ ആവോളം അറിയുന്നത് കൊണ്ടാവാം ദഅ്വ പ്രവർത്തനങ്ങൾക്ക് പിരിച്ചെടുത്ത 10 ലക്ഷം നൽകി 2 ബാർ ഹോട്ടലുകളും അടപ്പിച്ചത്. ആരാ എഴുതിയത്? സുന്നികളുടെ പ്രസിദ്ധീകരണം എഡിറ്റോറിയൽ മുഖലേഖനം എഴുതി. ഇവർക്ക് ഞങ്ങൾ അത് ചെയ്തിട്ടില്ല എന്ന് ധൈര്യമുണ്ടെങ്കിൽ കേസ് കൊടുക്കട്ടെ. ഇവർ ഈ പത്രത്തിന്, ഈ മാഗസിനെതിരെ, ഇതിന്റെ പത്രാധിപർക്കെതിരെ കേസ് കൊടുക്കണ്ടേ? മാന്യനായ ബഹുമാന്യനായ AV അബ്ദുറഹ്മാൻ ഹാജിക്കെതിരെ കള്ളക്കേസ് കൊടുത്ത ഇവർക്കെന്ത് ഇത്രയും വലിയൊരു ആരോപണം? ലക്ഷങ്ങൾ കള്ള് ഷാപ്പുകൾ അടക്കാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് കേസ് കൊടുക്കാൻ കഴിയാത്തത് യാഥാർത്ഥ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെ. നോക്കൂ, ഇതാണോ ഇവരുടെ ആദർശം? ഇതാണോ ഒരു മുസ്ലിമിന്റെ ജോലി? ഇവർ വിശദീകരിക്കേണ്ടതുണ്ട്. നമ്മൾ വെറുതെ പറയല്ല. അപ്പൊ ഇവർക്ക് ആദർശത്തോടല്ല താല്പര്യം, എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം. നോക്കൂ, ഇനി ഇവർക്ക് കേസ് കൊടുക്കാൻ മടിയാണെങ്കിൽ 2 ഹോട്ടലിന്റെ പേര് കൃത്യമായി ഇതിൽ അവർ എഴുതി. ആ മാനേജ്മെന്റിനെ സമീപിച്ചിട്ട് പറഞ്ഞൂടെ, ഇത് നിങ്ങൾക്കും കൂടി മാനക്കേടാണ് കൂട്ടരെ, ഞങ്ങൾ ചെലവൊക്കെ തരാം, നിങ്ങൾ നിന്നാ മതി കേസിന് പറഞ്ഞൂടെ? അങ്ങനെ ചില ഡമ്മികളുണ്ടല്ലോ നിങ്ങൾക്ക്. എന്തേ സാധിക്കാത്തത്? ചെയ്തു എന്നതുകൊണ്ട് തന്നെ. ഇത് പറഞ്ഞപ്പോൾ ചില സുഹൃത്തുക്കൾ അതിന് മറുപടി അറിഞ്ഞാൽ എന്താ അറിയോ? 10 അല്ല, വേണമെങ്കിൽ ഞങ്ങൾ 20 ലക്ഷം കൊടുക്കുന്നു. എവിടെ ഇവരുടെ ആദർശം? ഖുർആനിനോടാണോ സുന്നത്തിനോടാണോ താല്പര്യം? അതല്ല, കാശ് തരുന്ന ഷെയ്ഖിനോടാണോ ഇവർക്ക് താല്പര്യം എന്ന് നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്.